ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, മറ്റൊരു ക്രിസ്തുമസ് കാലത്തേക്ക് നമ്മൾ കിടക്കുകയാണ് അല്ലേ. ഈശോയുടെ വലിയ അനുഗ്രഹം, ഈശോ നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളം, നമ്മുടെ ഇടയിൽ നമ്മളെപ്പോലെ ഒരുവനായി, പാവത്തിലൊഴികെ നമ്മളെപ്പോലെ ഒരുവനായിട്ട് ഈശോ ജനിച്ചു. ഒരു കുഞ്ഞു വാവയുടെ രൂപത്തിൽ ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നു. നമുക്ക് ഏറ്റവും ഈ ലോകം മുഴുവൻ കേട്ട ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, അത് വീണ്ടും ആഘോഷിക്കാൻ വേണ്ടി ഈ 2025 ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കാൻ വേണ്ടി ഈശോ നമ്മളെ അനുഗ്രഹിച്ചു, ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്മസിന് വേണ്ടിയൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒരുങ്ങുന്നുണ്ട്. വചനം വായിക്കുന്നു, പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നു, ദേവാലയത്തിൽ എല്ലാ ദിവസവും പോകുന്നു, പുൽക്കൂട് ഒരുക്കുന്നു, കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ പ്ലാനൊക്കെ ചെയ്യുന്നു. ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോ എന്തിനാണ് വന്നത് എന്നൊരു ബോധ്യം കൂടെ നമുക്കുണ്ട് ഇല്ലേ. നമ്മളെ രക്ഷിക്കാൻ, ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നത്. നമുക്കൊരു രക്ഷകനുണ്ട്. വി ഹാവ് എ സേവിയർ അല്ലേ. നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന്, നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും നമ്മളെ രക്ഷിക്കാൻ നമുക്കൊരു സേവിയർ, നമുക്കൊരു രക്ഷകനുണ്ടെന്നുള്ള ഏറ്റവും വലിയ ബോധ്യം കിട്ടുന്ന സമയമാണ് നമ്മുടെ ക്രിസ്മസ്. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ്, ഈ സമയത്ത് നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ വേണം, നമ്മുടെ ആനന്ദങ്ങൾ വേണം, നമ്മുടെ പൊട്ടിച്ചിരികളൊക്കെ വേണം, നമുക്ക് നല്ല പുൽക്കൂടൊക്കെ പണിയണം, കേക്കൊക്കെ മുറിക്കണം. ഒരുപാട് ആഘോഷങ്ങൾക്കിടയിൽ ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നത് എന്തിനാണ് എന്ന് നമ്മൾ ഏറ്റുപറയേണ്ടതായ ഒരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കെസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ ഇങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നില്ലേ, ലോകം എന്ത് പറയുന്നു എന്നെക്കുറിച്ച്, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നെക്കുറിച്ച്, ഇനി നിങ്ങൾ എന്ത് പറയുന്നു എന്നെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ്ലിയ തിരിച്ച് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ യോ മൈ സേവിയർ, യോ മൈ ലോർഡ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങാണ് ഞങ്ങൾക്കെല്ലാം എന്ന് പത്രോസിലേക്ക് പ്രഖ്യാപിച്ചു. ഈ വർഷം നിങ്ങൾ ക്രിസ്മസിന് പുൽക്കൂട് പണിയുമ്പോഴോ, നിങ്ങൾ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോഴോ, നമ്മൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം ഈശോയുടെ മുമ്പിൽ ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്തുമസ് ഗിഫ്റ്റ് ദാറ്റ് വി പ്രൊക്ലെയിം. നമ്മൾ ഈശോയെ, നമുക്ക് മനസ്സിലായ ഈശോ നമ്മൾ ഏറ്റുപറയാൻ നമ്മളെ കൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസ്ലിയായെ പോലെ നമുക്കും പറയാൻ പറ്റണം, ഈശോയെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ശരിയാണ്, ഒരു കുഞ്ഞു കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞ് നമ്മളുണ്ടാക്കുന്ന ഒരു പുൽക്കൂടിൻ്റെ ഒരു മാതൃകയിൽ ഒരു കുഞ്ഞു രൂപം, ഈശോയുടെ ഒരു കുഞ്ഞു രൂപമൊക്കെ നമ്മൾ എടുത്തു വെക്കും. ഒരു കുഞ്ഞുവാവയായിട്ടൊക്കെ ഈശോ നമ്മുടെ മുമ്പിലേക്ക് വന്നു. നമ്മളിത് പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. പക്ഷേ അതൊരു കുഞ്ഞുവാവയല്ലെന്നും ഇതെൻ്റെ രക്ഷകനാണെന്നും ജീവനുള്ള ദൈവമാണെന്നും എൻ്റെ കർത്താവാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ദിസ് ക്രിസ്മസ് അടിപൊളിയായിട്ട് മാറുക. ഈശോയിൽ അത് അടിപൊളിയായിട്ട് മാറുന്നത് നമ്മൾ ഈശോയെ പ്രഖ്യാപിക്കുമ്പോഴാണ്. ലോകത്തിൽ ഈശോയെ പ്രഖ്യാപിക്കാൻ, ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷനാണ് ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക്. സ്റ്റാർ തൂക്കിയാൽ നിങ്ങളെ ആരും കളിയാക്കാൻ പോണില്ല. നല്ല പുൽക്കൂട് പണിതാൽ ചിലപ്പോൾ നിങ്ങൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ ഈ ക്രിസ്മസിന് നിങ്ങൾ ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റു പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ക്രിസ്മസ്. ആൻഡ് അത് ചലഞ്ചിങ് ആണ് അല്ലേ. നമ്മളായിരിക്കുന്ന ഹോസ്റ്റൽ, നമ്മുടെ കോളേജ്, നമ്മൾ പഠിക്കുന്ന ഇടം, നമ്മുടെ വീട്, എല്ലായിടത്തും ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നല്ലതാണ്. ക്രിസ്മസ് സ്റ്റാറും എല്ലാം നമുക്ക് വേണം. പക്ഷേ ഈശോ ആനന്ദിക്കുന്നത്, സ്വർഗം ആനന്ദിക്കുന്നത്, ഈശോ ഇങ്ങോട്ട് വന്ന കാര്യം കൊള്ളാമായിരുന്നു, ഈ വീട്ടിലെങ്കിലും ഈ വ്യക്തിയുടെ ജീവിതത്തിലെങ്കിലും ഇത് അനുഗ്രഹമായി തീർന്നു എന്ന് പറഞ്ഞ് സ്വർഗം നിങ്ങളെ മഹത്വപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ താമസിക്കുന്ന ഇടത്ത്, ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റു പറയുമ്പോഴാണ്. സോ പത്രോസ്ലിഹായെ പോലെ, മത്തായി 16:16 നമ്മൾ വായിക്കുന്ന പോലെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന ധൈര്യത്തോടെ ഈ ചലഞ്ചിങ് സിറ്റുവേഷനിൽ, നിങ്ങളെ ഈ വെല്ലുവിളിക്കുന്ന, ഒരു പക്ഷേ ഈശോയിൽ നിങ്ങൾ വിശ്വാസം ഏറ്റു പറയുമ്പോൾ നിങ്ങളെ കളിയാക്കുന്ന ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഈശോയെ പ്രഖ്യാപിക്കുക. ഇതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്രിസ്തുമസ്. സ്വർഗം മഹത്വപ്പെടുത്തുന്ന, സ്വർഗം നമ്മളെ അനുഗ്രഹിക്കുന്ന, ഈശോ നമ്മളെ ഓർത്ത് പുഞ്ചിരിക്കുന്ന, കുഞ്ഞുണ്ണീശോ നമ്മളെ നോക്കിയ പുൽക്കൂട്ടിൽ പുഞ്ചിരിക്കുന്ന ഒരു ക്രിസ്തുമസ് ആയിട്ട് ഇത് മാറും. അതിനോട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എനിക്കും നിങ്ങൾക്കും പൂർവാധികം ശക്തിയോടെ, തീക്ഷ്ണതയോടെ, സ്നേഹത്തോടെ, ചൈതന്യത്തോടെ ഈശോയെ രക്ഷകനും നാഥനുമായി പ്രഖ്യാപിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സദ്വാർത്ത ലോകത്തിന് മുഴുവന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഈശോയുടെ വലിയ അനുഗ്രഹം അവരിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദിവസങ്ങളുടെ ഈ ഒരുക്കങ്ങളുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.